മന്ന കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോജി ജാക്ക ഫ്രം തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ ഒരു ചെയ്യുന്ന നമുക്കും ഇത്രയും നമ്മുടെ ന്യൂസുകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമാണ് നമ്മുടെ വയനാട്ടിൽ നടന്നത്. നമ്മുടെയൊക്കെ എൻ്റെ ഒരുപാട് കസ്റ്റമർ ഉള്ള ഒരു സ്ഥലമാണ് വയനാട്. എല്ലാ ജില്ലകളിലും ഉണ്ട്. എങ്കിലും ഞാൻ പറയാം, വയനാട്ടിലൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ്, ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിനെ വയനാട്ടിലുള്ളവർക്കൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. പേഴ്സണലായിട്ട് അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എല്ലാവരും സേഫാണ്, പ്രശ്നമുണ്ടോ എന്നൊക്കെ. കുറേ എല്ലാവരും 95% റിപ്ലൈ എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ സേഫാണ്, കുറച്ച് മാറിയിട്ടാണ്, വെള്ളത്തിന് പ്രശ്നമുണ്ട് എങ്കിൽ പോലും നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റും, നമുക്കൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് ഉറ്റവരെയും അപ്പനെ അമ്മയെ നഷ്ടപ്പെട്ടവരും ഒക്കെ ഒറ്റപ്പെട്ടവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ദുഃഖമൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ വയനാട്ടിലൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, നമ്മളൊക്കെ വയനാട്ടിലൊക്കെ കാണാൻ ഒരു യാത്രയൊക്കെ പോകാറുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കയറി അവരെയൊക്കെ ഒരു ആശ്വസിപ്പിക്കാൻ അല്ലെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു ആഗ്രഹം പറഞ്ഞതാണ് കേട്ടോ. എനിക്കങ്ങനെ പോകാനൊരു പ്ലാനിങ് ഉണ്ട്. ദൈവാനുഗ്രഹിച്ച് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോകുന്നുണ്ട് വയനാട്ടിലെ ഓണത്തിൻ്റെ അവധിയോടനുബന്ധിച്ച്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റുന്നു വരില്ല. അപ്പോൾ പോകുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് പോവുക. വലിയ ഒരുപാട് ക്യാഷായിട്ടൊന്നും സഹായിക്കാനല്ല പറഞ്ഞത് മാത്രം. നമ്മളെ കൊണ്ടാവുന്ന ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെയൊക്കെ അടുത്ത് പോയി നല്ലൊരു അവരെ ഭയങ്കര ഫീലിംഗ് ഒക്കെ, അവരൊക്കെ ആ ഒരു പഴയ ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. മാനസികമായിട്ടൊക്കെ വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. പിന്നെ കുറേ പേര് എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് നമ്മുടെ ഇവിടെ പ്രശ്നമുണ്ടോ എന്നൊക്കെ. ചേരുംകുഴിയിൽ ദൈവാനുഗ്രഹിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മുടെ പീച്ചി ഡാം നമ്മുടെ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ, ഞാനൊരു 3-4 മിനിറ്റ് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, കാരണം ഈ വെള്ളപ്പൊക്കവും പ്രശ്നമൊക്കെ ആയതുകൊണ്ടോ നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്ന ഇടയ്ക്ക് എല്ലാവരും വളരെ സങ്കടത്തിലും ദുരിതത്തിലും പ്രശ്നങ്ങൾ വീട്ടിൽ വെള്ളം കയറി ഒരുപാടുണ്ടായി, അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. അതുകൊണ്ടൊരു 4-5 മിനിറ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പീച്ചി ഡാമിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം ഉയർന്നു. അപ്പോൾ അവിടെ 1 മീറ്റർ 1.5 മീറ്ററിന് മുകളിൽ 2 മീറ്റർ അടുത്ത് ഷട്ടർ പൊന്തിച്ച് വെള്ളം ഭയങ്കരമായിട്ട് വന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ വെള്ളം കയറി. അതായത് കണ്ണാറ, നമ്മുടെ ഇവിടെ 4 കിലോമീറ്റർ ഉള്ളു കണ്ണാറയ്ക്ക്. ആ പാലം കവിഞ്ഞ് റോഡ് ബ്ലോക്കായി, ബസ് സർവീസ് ഇല്ല, വണ്ടികളൊന്നും പോവില്ല. പിന്നെ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് വലക്കാവ് പാലം പുഴ നിറഞ്ഞ് റോഡിൽ വെള്ളമായി, അത് ബ്ലോക്കായി. ആ വഴിക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് അടുത്ത മൂന്നാമത്തെ ഒരു വഴിയും കൂടി ഉണ്ട് തൃശ്ശൂർക്കൊക്കെ പോകാൻ, പുറത്തേക്ക് കിടക്കാൻ, പുത്തൂർ വഴി. നിങ്ങളൊക്കെ ബസ്സിലൊക്കെ ഈ വഴിക്ക് വന്നു അവിടെയും ഈ പീച്ചി ഡാമിലെ വെള്ളം തന്നെയാണ് ഈ കണ്ണാറ, വലക്കാവ്, പുത്തൂർ ഒഴുകി പോണത്. അവിടെയും ഫുള്ളായിട്ട് റോഡിൽ ബ്ലോക്കായി. അങ്ങനെ 2 ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഭാഗത്തേക്ക് കുഴപ്പമില്ല, പക്ഷെ നമുക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റാണ്ടായി. അതെല്ലാം മാറിയിട്ടോ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പറയാൻ കാര്യം കുറേ കസ്റ്റമേഴ്സ് ഡെയിലി വിളിച്ച് ചോദിക്കണം അങ്ങോട്ട് വരാൻ പറ്റുമോ, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ. ഇപ്പോൾ ഒക്കെ എല്ലാം നോർമലായി, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മഴയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് വിചാരിക്കാം. ആർക്കും ഉണ്ടാകാണ്ടിരിക്കട്ടെ, കാരണം ഭയങ്കര ഒരു ദുരിതമാണ് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ. അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. കണ്ടു നിന്ന് നമുക്ക് തന്നെ അത് ഊഹിച്ചിട്ട് നമ്മുടെ ഒന്നും ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടാണ്. വയനാട്ടിൽ നമ്മളാ ന്യൂസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ചങ്ക് തകർന്നു പോകും. കുറേ ഒരു അരമണിക്കൂർ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് പുതിയതായിട്ട് നമ്മൾ കാണിക്കുന്നത് ലിനൻ ചെക്സ് എന്ന് പറയുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഉണ്ടോ ലിനൻ ചെക്സ്, ഇത് 44 ഇഞ്ച് വീതിയാണ്. നമ്മൾ നേരത്തെ കുറച്ച് കാലം മുമ്പ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ സ്റ്റോക്ക് ഔട്ടായി. അത് ഉപയോഗിച്ചവരൊക്കെ ഇപ്പോഴും വരുമ്പോഴും അല്ലാണ്ടൊക്കെ ചോദിക്കാറുണ്ട് ലിനൻ ചെക്സ് എന്ന് ഒരു ഫാബ്രിക് പണ്ട് വിടുന്നത് അതുണ്ടോയെന്ന്. അടിപൊളി ഒരു മെറ്റീരിയലാണ് കേട്ടോ, നന്നായി ലാസ്റ്റ് ചെയ്യും. നമ്മുടെ ലിനൻ ഹക്കോബ ഉണ്ടല്ലോ, നമ്മൾ 2 ആഴ്ച മുമ്പ് കാണിച്ചിരുന്നു അതിൻ്റെ പ്രിന്റുകൾ. ലിനൻ ഹക്കോബയുടെ പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ്, ആ സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എന്തോരം ഉണ്ടെന്ന്. കണ്ടോ, ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്, ചുരുങ്ങത്തില്ല, കളർ പോവില്ല, യാതൊരു പ്രശ്നമില്ല. എന്നാൽ ലൈനിങ് ആവശ്യമുണ്ട് കേട്ടോ. പൊതുവെ നിങ്ങൾക്ക് ലിനൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, കുറച്ച് നൈസ് പോലെ തോന്നും നമുക്ക്. ലൈനിങ് ആവശ്യമുള്ളതാണ്. കണ്ടോ, ഒരു ചെക്സ് വരുന്നുണ്ട്, ഒരു തിളക്കമുള്ള ചെക്ക് ഉണ്ടോ. അതിൻ്റെ പുറം ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതായത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇത് നല്ല ഭാഗമല്ല കേട്ടോ, ഉൾഭാഗമാണ്. ശരിക്കുള്ള ഭാഗത്ത് ഈ പ്രിന്റ് വരുന്നുണ്ടോ. അപ്പോൾ ആ ഒരു ചെക്ക് കണ്ടോ ഉള്ളിൽ ഉണ്ടോ, ഇതേപോലെ ഇരിക്കും. നല്ലൊരു ഭംഗിയുണ്ട്, ഒരു ഗ്ലേസിങ് ഉണ്ട് ആ ചെക്കിനൊക്കെ. അതാണ് ലിനൻ ചെക്സ്, ലിനൻ്റെ ഫാബ്രിക്കാണ്, അതിലാണ് ഈ ചെക്സ് വന്നേക്കുന്നത്.
185 രൂപയാണ് പെർ മീറ്റർ. നമ്മൾ അന്നും കൊടുത്തിരുന്ന 185 രൂപ തന്നെയാണ് കേട്ടോ പെർ മീറ്ററിന്. ഇത് ആ സെയിം റേറ്റ് തന്നെയാണ്. ഡിജിറ്റൽ പ്രിന്റ്, ആ പ്രിന്റിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടോ, 44 ഇഞ്ച് വിട്ട്. അപ്പൊ നമുക്ക് സാധാരണ ഒരു ഫ്രോക്ക് ഒക്കെ അടിക്കണേൽ ഒരു 2.5 മീറ്റർ വേണം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന്റെ കോട്ടന്റെ പോപ്പിലിന്റെ പാന്റ്, അതായത് ബോട്ടം അടിക്കേണ്ട മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ പറഞ്ഞാൽ മാച്ചായിട്ടുള്ള ഒരുവിധം കളേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കും വൈറ്റും ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു, അതൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന് മാച്ചായിട്ടുള്ള പാൻറ്റും ഒക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കളർ നിങ്ങൾക്ക് എടുത്തു തരും. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും, അയക്കത്തില്ല കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവർ പറഞ്ഞാൽ പോപ്പിലിന്റെ റേറ്റ് വരുന്നത് പെർ മീറ്റർ 90 രൂപയുള്ളൂ. നല്ല ഹെവി ക്വാളിറ്റി ആണ് കേട്ടോ പോപ്പിലും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ എറണാകുളത്തുള്ള ലീന ചേച്ചി എന്നോട് വളരെ സ്നേഹത്തോടെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഒരു മകനോട് സംസാരിക്കുന്ന പോലെ വിളിച്ചൊക്കെ പറഞ്ഞിരുന്നു സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഇങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നു നല്ല രീതിയിൽ കേട്ടോ. നല്ല സ്നേഹത്തോടു കൂടി കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലീന ചേച്ചിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അതുപോലെ ഒരുപാട് പേര് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഞാൻ ഈ അവസരത്തിൽ കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ലിനൻ ചെക്സ് ആണ്, 44 ഇഞ്ചാണ്. നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാം. സാധാരണ ഫ്രോക്ക് എങ്ങനെ വലിയവർക്കായാലും അംബ്രല മോഡൽ സ്ലിറ്റ് ഇട്ടിട്ട് ഏത് മോഡൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. യാതൊരുവിധ കംപ്ലൈന്റുകളും ഉണ്ടാവില്ല. ഇതാ, പിന്നെ ഇത് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ കാണിക്കുന്ന ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ വരുമ്പോൾ അല്ലെ കളറുകൾ വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് 2 നമ്പറുകൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ എത്ര മീറ്റർ വേണമെന്ന് കറക്റ്റായിട്ട് പറയണം കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം കാണിച്ച കളർ ഞാൻ കണ്ടായിരുന്നു, ഒരു ഗ്രേ കളർ, ബ്ലൂ മിക്സ് ആയ ഗ്രേയിലായിരുന്നു ആ ഫ്ലവർ വരുന്നത്, പിങ്ക് ഒക്കെ കേട്ടോ. ഇതും ഡാർക്ക് ഗ്രേ ആണ്, അതിലും കുറച്ച് ഡാർക്ക് ഗ്രേ. ഇതിൽ കണ്ടോ ഫ്ലവർ കണ്ടോ, റെഡ് വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, കുറെ കളേഴ്സ് വരുന്നുണ്ട്, ഒരു ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് വരുന്നത്, അങ്ങനെ കളറുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ലിനൻ ചെക്സ് മീറ്റർ 185 രൂപയാണ് പെർ മീറ്ററിന്റെ റേറ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ 2 നമ്പറിലേക്ക് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക, മീറ്ററും കറക്റ്റ്, പിന്നെ അഡ്രസ്സ് ഡീറ്റെയിൽ അയക്കുക. അതിനുശേഷം നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുക, ഗൂഗിൾ പേ, ബാങ്ക് ട്രാൻസ്ഫർ, എങ്ങനെയുള്ള ഫോൺ പേ ഒക്കെ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരും. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അപ്പോൾ കൊറിയർ ചാർജ് വരുവേ. കൊറിയർ ചാർജ് ഇന്ത്യൻ പോസ്റ്റിലാണ് 1 കിലോയ്ക്ക് ഓൾ ഇന്ത്യ അയക്കുന്നതിന് 60 രൂപയാണ് കേട്ടോ. DTDC ആണ് ഓൾ കേരള അയക്കുന്നതിന് 50 രൂപയാണ്. കിലോ ചാർജ് ആണ് കേട്ടോ. നമുക്ക് എത്ര മീറ്റർ വേണമെങ്കിലും അയക്കാൻ പറ്റില്ല, ഒരു കിലോ കണക്കാണ്. ഓക്കെ, ഇത് കണ്ടോ, ഒരു ലൈറ്റ് പിസ്താ ഗ്രീൻ, വളരെ ലൈറ്റ് ആണ് കേട്ടോ. ഉണ്ടോ, ലൈറ്റ്, വളരെ ലൈറ്റ് ഒരു പിസ്താ ഗ്രീൻ ആണ്. ഇതിന്റെ ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ലിനൻ ചെക്സിന്. ഒക്കെ ഡിജിറ്റൽ പ്രിന്റുകളാണ് വരുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് പ്രിന്റ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഈ പ്രിന്റുകളൊക്കെ. ഓക്കെ, ഇതിലെല്ലാ പ്രിന്റുകളും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. റേറ്റ് വരുന്നത് 185 രൂപയാണ് പെർ മീറ്റർ. ഓണത്തിന്റെ കുറെ കളക്ഷൻസ്, ഇതൊക്കെ ഓണത്തിന്റെ കളക്ഷനിലാണ് കേട്ടോ. ഇനി കുറെ വരാനുണ്ട്. അതുപോലെ തന്നെ കുറെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വിചിത്ര സിൽക്കിന്റെ ബോർഡർ ഉള്ള കസവുള്ള ടൈപ്പ് ഉണ്ട്, അതിലൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ വേറെ കളേഴ്സ് ഒക്കെ കണ്ടിന്യൂ കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞെന്നാരും വിചാരിക്കണ്ട. അതുപോലെ ടിഷ്യൂവിന്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ടിഷ്യൂ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ വന്നത്. ഓക്കെ, ഇതാ അടുത്ത കളറ്, വളരെ ലൈറ്റ് ഒരു യെല്ലോ, ലെമൺ യെല്ലോ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ക്രീമായിട്ടൊക്കെ തോന്നാം, ഇത് ക്രീം അല്ല, നൈസ്, വളരെ ലൈറ്റ് യെല്ലോ. ലെമൺ യെല്ലോ എന്ന് പറയുന്ന ആ ഒരു കളർ ഇല്ല കേട്ടോ, അതിലൊക്കെ ലൈറ്റ് ആണ്, യെല്ലോ ആണ് സംഭവം. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ. ഇതിന് ലൈനിങ് ആയിട്ട് നമുക്ക് ക്രേപ്പ് മെറ്റീരിയൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇതിനൊപ്പം ഒഴുകി കിടക്കാൻ എപ്പോഴും ക്രേപ്പ് ആയിരിക്കും നല്ലത്. ഇത് കാരണം ലൈനിങ് ഒരു കുറച്ച് നൈസാണല്ലോ കണ്ടോ. അപ്പോൾ ക്രേപ്പാണ് ഇതിൻ്റെ ആ ഒരു ഒപ്പത്തിന് ഇങ്ങനെ ഒഴുകി കിടക്കുകയും ചെയ്യും. പിന്നെ ബോട്ടത്തിന് പോപ്പിലിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. നിങ്ങൾ പറഞ്ഞ് മാച്ചായിട്ട് പറഞ്ഞാൽ അതിൻ്റെ കളറുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ തരും. അത് ഒരു ബോട്ടം അടിക്കാൻ ഒരു 2.5 മീറ്റർ ഒക്കെ വേണ്ടി വരും കേട്ടോ. പോപ്പിലിൻ്റെ കളറുകളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ വാട്സാപ്പിൽ അയച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ബോട്ടത്തിന് നിങ്ങൾ കളറ് ഇതിന് മാച്ചാന്ന് എടുക്കാൻ പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ.
ഫോട്ടോ നോക്കി ഈ കളർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാറ്റാമല്ലോ, വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഓർഡർ ചെയ്യുന്ന കൂടി ബോട്ടത്തിന് ഇത്ര വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി. നല്ല ക്വാളിറ്റിയുള്ള പോപ്പിലിനാണ് കേട്ടോ, അടിപൊളി. പെർ മീറ്റർ 90 രൂപ മാത്രമേ ഉള്ളൂ. ഇതാ അടുത്ത് ലിനൻ ചെക്സിന്റെ കുറച്ച് കളേഴ്സ് ഡിസൈനുകൾ ഉണ്ട് കേട്ടോ. എല്ലാം ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട്. ഇതാ അടിപൊളി. ഓക്കെ, സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു ലൈറ്റ് ഗ്രീൻ മിക്സ് ആയ ബ്ലൂ ആ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ്. അടിപൊളിയല്ലേ? ഉണ്ടാ ചെക്സ് ഒക്കെ ഉണ്ടോ? ഒക്കെ ചെക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് എടുത്തു തരാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഒക്കെ ലിനൻ ചെക്സ് തന്നെയാണ് കേട്ടോ. പെർ മീറ്റർ 185 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത കളറ് കേട്ടോ. ഇതൊരു വളരെ ചെറിയ ഡിസൈനുമാണ്, ചെറിയ പ്രിന്റുകളായിരുന്നു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്ത ഡിസൈൻ ഇതാ. ഇതും ക്രീം അല്ല കേട്ടോ, ക്രീമും വൈറ്റും ഒന്നും അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ക്രീമായിട്ട് വൈറ്റായിട്ടൊക്കെ തോന്നാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു. വളരെ നേരിയൊരു പീച്ച് കളർ മിക്സ് ആയിരിക്കുന്നു കേട്ടോ. ലൈറ്റ് പീച്ച്, വളരെ ലൈറ്റ് പീച്ച്, ക്രീമായിട്ട് തോന്നുന്നു. അതുപോലെ ഒരു ലൈറ്റ് പീച്ചാണ് കളർ വരുന്നത്. ഡിസൈനുകൾ കണ്ടോ, ഒക്കെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ക്രേപ്പ് മെറ്റീരിയൽസ് പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. ക്രേപ്പ് പുതിയത് വന്നേക്കുന്നത് മാത്രം ഞാൻ കുറച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഡിസൈനുകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ ചോദിക്കുമ്പം പുതിയതും അതിൻ്റെ കൂടെ പഴയ എല്ലാം കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാം കൂടെ ഫോട്ടോസ് അയച്ചു തരാം. ഓക്കെ, അടുത്തത് ലിനൻ ചെക്സിൽ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്, ഭയങ്കര ഭംഗി കേട്ടോ. നിവർത്ത് കാണിക്കാം. അതിൽ ആ ലൈനിങ്ങും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴല്ലോ നല്ല ഒരു എടുപ്പുണ്ടാവും. ഇതാ കണ്ട, ബ്ലാക്കില് ലൈറ്റ് പീച്ച് ഫ്ലവറാണ് വരുന്നത്. നല്ല ജെറ്റ് ബ്ലാക്കിൽ ഉണ്ടാ ഒരു പീച്ച് ഫ്ലവർ. പീച്ച് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പീച്ചാണ്, ഒരു റോസപ്പൂ ആണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രീൻ കളർ ലീഫും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടോ. ഫോട്ടോസൊക്കെ എടുത്തു തരാം കേട്ടോ, ഫോട്ടോസ് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇതിൻ്റെയൊക്കെ റേറ്റ് 185 രൂപ മാത്രമേ ഉള്ളൂ. പെർ മീറ്റർ ആട്ടോ റേറ്റ് വരുന്നത്. ഓക്കെ, സോറി, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഇവിടെ. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് വേണ്ടിയിട്ടാണ്, ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് പീച്ച് കളർ. ഒരു പീച്ച് കളറാണ് വരുന്നത്. പീച്ചിൽ ഒരു ഇതേപോലെ റെഡ് യെല്ലോ റോസാപ്പൂ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ആ ഭംഗി അറിയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ലിനൻ ചെക്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആ ചെക്ക് ചിലപ്പോൾ എല്ലാ കളറിലും ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. അടുത്ത കളർ ഉണ്ടോ, റയർ കളറുകളാണ് കേട്ടോ. ഒരു തുരിശു നീല എന്ന് പറയുന്ന ഒരു കളറാണ്. തുരിശു നീലയിൽ വരുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടോ, റോസ് കളർ, റോസാപ്പൂ. വെറൈറ്റി പൂക്കളാണ് വരുന്നത്. ലിനൻ ചെക്സ് ആണ് കേട്ടോ. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. റേറ്റ് വരുന്നത് പെർ മീറ്റർ 185 രൂപയാണ്. ഓക്കെ, അടുത്ത ലിനൻ ചെക്സിലെ ലാസ്റ്റ് ഡിസൈൻ അതിനും കാണിക്കാൻ പോണത് ഗ്രേ കളർ. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 3 കളറായിട്ടുണ്ട്. ഗ്രേയിൽ 3 ഡിസൈൻ. ഗ്രേ കളർ ആണെങ്കിലും 3 ഡിസൈനാണ് കാണിച്ചത് കേട്ടോ.
ഇതിൽ കുറച്ച് ചെറിയ പൂക്കളാണ്. ആദ്യം കാണിച്ച ഗ്രേയിൽ കുറച്ച് പ്രിന്റ് വ്യത്യാസമുണ്ട്. ഇതിൽ കണ്ടോ ചെറിയ റോസാപ്പൂക്കൾ വരുന്നു. ഒരു ഡാർക്ക് റെഡും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഒരു പൂക്കളാണ് വരുന്നത്. ഒക്കെ ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് ഈ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ പെർ മീറ്റർ 185 രൂപയാണ്. ഷിപ്പിംഗ് ചാർജ് കിലോയ്ക്ക് പോസ്റ്റ് ബേസ് വഴിയാണെങ്കിൽ 60 രൂപ ഓൾ ഇന്ത്യ. DTDC ആണെങ്കിൽ ഓൾ കേരള 50 രൂപയാണ് കേട്ടോ. ഇതാ അപ്പം ലിനൻ ചെക്സിന്റെ ഡിസൈനുകൾ ഇത്രയാണ്. അടുത്തത് ഇനി നമ്മൾ കാണിക്കുന്നത് അമേരിക്കൻ ക്രേപ്പിന്റെ കുറച്ച് ഡിസൈനാണ് കേട്ടോ. ഇത് 4 കളറല്ലേ. അമേരിക്കൻ ക്രേപ്പിൽ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള 2 ഡിസൈനുകളാണെന്ന് കാണിക്കുക. 2 ഡിസൈനിൽ ഒരു ഡിസൈനിൽ തന്നെ 4 കളറുകൾ വരുന്നുണ്ട്. അടുത്തത് അമേരിക്കൻ ക്രേപ്പ് ആണ് കേട്ടോ. ലിനൻ ചെക്സ് കഴിഞ്ഞു. ഏറ്റവും പുതിയ ഡിസൈനുകളാണ്. അമേരിക്കൻ ക്രേപ്പിന് കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒന്നാമത് ഇതിന് വളരെ റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി. അമേരിക്കൻ ക്രേപ്പിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. റേറ്റ് നമുക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റും. ഇതിന്റെ വിട്ട് വരുന്നത് 41-42 ഇഞ്ചാണ് കേട്ടോ. 41-42 ഇഞ്ച്. സാധാരണ ടോപ്പൊക്കെ എടുക്കുന്നതിൽ 2.5 മീറ്റർ ആണ് എല്ലാവരും എടുക്കാറ്. 2 മീറ്റർ മിനിമം വേണം. പിന്നെ 2.25 മീറ്റർ ഹൈറ്റ് കുറഞ്ഞ് അങ്ങനെ മോഡൽ അനുസരിച്ച് വ്യത്യാസം. ഇനി അംബ്രല മോഡലൊക്കെ അടിക്കണേ 3, 3.5, ഏലൈന് 3, അംബ്രല അടിക്കണേ 3.5, 4 അങ്ങനെ ആ മോഡലും അനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ നന്നായി ലാസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. റേറ്റ് വളരെ കുറവാണ്. പെർ മീറ്റർ 45 രൂപ മാത്രമേ ഉള്ളൂ. കുറെ പേര് ചോദിക്കും ഇത് ഹോൾസെയിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. റീറ്റെയിൽ നിങ്ങൾക്ക് 1 മീറ്ററോ 2 മീറ്ററോ ഒക്കെ കട്ട് ചെയ്ത് തരും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് സാധാരണ ഒരു ടോപ്പിനൊക്കെ കട്ട് ചെയ്ത് കിട്ടും. 45 രൂപയേ ഉള്ളൂ. പിന്നെ കൂടുതൽ എടുത്താൽ റേറ്റ് കുറയുമെന്ന് ചോദിക്കും. 45 രൂപയിൽ ഇനിയും കുറയില്ല കേട്ടോ. ഇതിന് മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. പെർ മീറ്റർ 45 രൂപ തന്നെയാണ് റേറ്റ്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഈ ഒരു ക്രേപ്പ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്രേപ്പ് മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ അറിയാം. എല്ലാവരും നമ്മളോട് പറയാറുണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മൾ ലോ ക്വാളിറ്റി സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ലോ പ്രൈസിൽ കൊടുക്കാറില്ല. ഹൈ ക്വാളിറ്റി ഉള്ളത് ലോ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഇവിടുന്ന് സ്ഥിരമായിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം. പിന്നെ ഇത് ഈ മഴക്കാലമൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വെള്ളം വലിഞ്ഞ് കിട്ടും. പിന്നെ അയൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ജോലി തിരക്ക് രാവിലെ പോകാനും ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു ഫാബ്രിക്കാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ ഒന്നിനും സമയം കിട്ടില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് തേച്ചെടുക്കാനൊക്കെ സമയം. അപ്പോൾ ഈ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇതിൽ. അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും തേച്ച പോലെ തന്നെ ഇരുന്നോളും. ഓക്കെ. പിന്നെ ഉണങ്ങി കിട്ടും. പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും കേട്ടോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. മഴക്കാലത്ത് തുണി ഉണങ്ങുന്ന കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണങ്ങി കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വലിയ കാര്യം തന്നെയാണ്. പിന്നെ അയൺ ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഒരു ചോക്ലേറ്റ് കളറ്, ഒരു ബ്ലാക്ക്, ഒരു യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതിന്റെ 4 കളറുകൾ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനിൽ തന്നെ 4 കളർ വരുന്നുണ്ട്. ഞാൻ ഫോട്ടോസ് അയച്ചുതരാം. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ക്ലിയർ ആകും. ഈ വീഡിയോയിലേക്കായാലും ക്ലിയർ ആയിട്ട് ഫോട്ടോയിൽ കിട്ടും. അടുത്ത കളർ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഒരു ബ്രൗൺ ബ്ലാക്ക് വൈറ്റ് മിക്സ് ആയിട്ടുള്ള കളറ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മുടെ 2 നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഫോട്ടോസ് അയക്കുക. ഫോട്ടോസ് അയക്കുന്ന കൂടെ തന്നെ മീറ്റർ കാര്യങ്ങൾ എത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് അയക്കണം കേട്ടോ. മാക്സിമം നിങ്ങൾ വോയിസ് വിടരുത്. കാരണം എല്ലാവരും ദയവ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അയക്കണം. വോയിസുകൾ വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മൾ പിന്നീട് കുറേ മെസ്സേജുകൾ വോയിസ് വിട്ട് കഴിഞ്ഞാൽ എല്ലാം കേട്ട് വരുമ്പോൾ ഇതിൻ്റെ മീറ്ററും കണക്കുകളൊക്കെ അറിയണമല്ലേ. ഒരുപാട് എല്ലാ മെസ്സേജും കേൾക്കേണ്ടി വരും വോയിസുകൾ. അതുകൊണ്ടാണ് കേട്ടോ. ഇതുണ്ട് ഒരു പീച്ച് കളർ. ആ ഒരു ഡിസൈനിൽ തന്നെ അടുത്തത് പീച്ച് കളറാണ് വരുന്നത്. അതുപോലെ ഒരു കളറും കൂടി ഉണ്ട്. ആ സെയിം ഡിസൈനാണ് കേട്ടോ. അതിൽ പീച്ച് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. എല്ലാത്തിലും അങ്ങനെ വരുന്നുണ്ട്. ഈ അടുത്ത വരുന്ന ഒരു ഗ്രീൻ കണ്ടോ. ഗ്രീനിലും ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ കുറച്ചൊരു ചോക്ലേറ്റ് മോഡലായി പോയി. കുറച്ച് അത്ര യെല്ലോ ആയിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ബോട്ടോ ഒക്കെ ആണെങ്കിലും ബ്ലാക്ക് പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്ന ചെറിയ വൈറ്റ് ആയാലും പറ്റും. വൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ പോപ്പിലിൻ്റെ ബോട്ടം വേണം നമ്മൾ ഇത് പറഞ്ഞാൽ മതി. നമ്മളൊക്കെ മാച്ചായിട്ടുള്ള കളറ് ഇതിൻ്റെ ഒപ്പം വേണം അയച്ചു തരും കേട്ടോ. ഓക്കെ. അടുത്തൊരു ഡിസൈൻ. ഇതിൽ നമ്മൾ ഒരെണ്ണം ഒന്ന് ജസ്റ്റ് നിവർത്തി കാണിക്കാം കേട്ടോ. കാരണം 4 കളറുകളാണ് വരുന്നത്. ഒരേ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം നിവർത്തി കഴിയുമ്പം
അതിൻ്റെ ഒരു ഐഡിയ കിട്ടും, എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ ഇതിൻ്റെ ഡിസൈനുകൾ വരുമെന്നൊരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഒരെണ്ണം നിവർത്തി കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, അമേരിക്കൻ ക്രേപ്പ് തന്നെയാണ് കേട്ടോ. പെർ മീറ്റർ 45 രൂപ മാത്രമേ ഉള്ളൂ. പെർ മീറ്ററിന് 45 രൂപ. അതേപോലെ തന്നെ ബോട്ടം അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രേപ്പിന്റെ ഫാബ്രിക് ഇവിടെ പ്ലെയിൻ ക്രേപ്പ് കിട്ടും കേട്ടോ. അത് ഹെവി ഫാബ്രിക്കാണ്, ഹെവി ക്രേപ്പാണ്. പെർ മീറ്റർ 40 രൂപ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ബോട്ടത്തിന് വേണമെങ്കിൽ അത് മതി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് അയക്കാം, മാച്ചായിട്ട് കളർ ഉണ്ടെങ്കിൽ കേട്ടോ. വൈറ്റിൽ വരുന്ന ആ ഡിസൈൻ കണ്ടോ, അതുകൊണ്ടൊരു നല്ല ക്ലാരിറ്റി ഉണ്ടാവും. വൈറ്റ് ആയതുകൊണ്ട് വൈറ്റിൽ ബ്ലൂ, യെല്ലോ, പീച്ചൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പീച്ച് ബോട്ടം വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. ബ്ലാക്ക്, ഈ ഒരു ഗ്രേ കളറ്, ഒരു യെല്ലോ, പീച്ച് ഏത് വേണമെങ്കിലും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ബോട്ടത്തിന് അയച്ചു തരാം കേട്ടോ. നമുക്ക് എല്ലാത്തിനും കൂടി എടുത്ത് കാണിക്കാനുള്ള ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇത്രയും കാണിക്കണമല്ലോ. അപ്പോൾ എല്ലാത്തിനും മാച്ചായ ബോട്ടം കൂടി കാണിക്കാൻ എളുപ്പമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ 4 കളർ അവൈലബിൾ ആണ്. അമേരിക്കൻ ക്രേപ്പ് ആട്ടോ, 45 രൂപയുടെ തന്നെയാണിത്. ഇതാ അടുത്തൊരു കളറ്, ഇതിലും പീച്ചുണ്ട്. ഇതിൻ്റെ ആ ഒരു ഡിസൈനിലാണ് കളർ വ്യത്യാസം വരുന്നത് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു ചോക്ലേറ്റ് കളറ്, പിസ്ത ഗ്രീൻ, ബ്ലാക്ക്, സെയിം ഡിസൈൻ തന്നെയാണ് കണ്ടോ. ഇതാ അതുപോലെ തന്നെ ഒരു നല്ല പീച്ച് കളർ. ഇതിൽ പീച്ചാണ് കൂടുതൽ നിൽക്കുന്നത്, പീച്ച്, ബ്ലാക്ക്, പിന്നെ ഒരു ലൈറ്റ് എന്താ ഒരു യെല്ലോ പോലെ ഒരു കളറും കൂടി വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ക്രേപ്പിൻ്റെ ഇത്രയും ഡിസൈനുകളാണ് ഇന്ന് പുതിയത് വന്നിട്ടുള്ളത്. 300 ഡിസൈനുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ക്രേപ്പിൽ. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എല്ലാത്തിൻ്റെ ഫോട്ടോസ് അയച്ചു തരും. പിന്നെയുള്ളത് വർദ്ധമാൻ്റെ നൈറ്റി മെറ്റീരിയലാണ് നമ്മൾ ഇനി കാണിക്കുന്നത്. അടുത്തത് വർദ്ധമാൻ്റെ നൈറ്റി മെറ്റീരിയൽ ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാ അജ്രക്ക്, വർദ്ധമാൻ്റെ അജ്രക്ക് പ്രിൻ്റാണിത്. കണ്ടാ, ഒരു ഡാർക്ക് ഗ്രേപ്പ് കളർ, ഡാർക്ക് വയലറ്റ് ആയിട്ടൊക്കെ തോന്നാം. ഏകദേശം ഒരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. അല്ല ഡിസൈൻ ഉണ്ടോ, വർദ്ധമാൻ്റെ മെറ്റീരിയൽ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും മിക്സ് ആവുന്നുള്ളൊരു പേടി വേണ്ട, വർദ്ധമാനേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ 4 കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇതാ ബ്രൗൺ കളർ, അത് ബ്രൗൺ ആണ് കേട്ടോ. അടുത്തത് സെയിം ഡിസൈൻ ആണ്, അതുകൊണ്ടാണ് നിവർത്താത്തത്. അടുത്തത് റെഡ്, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചാൽ അതിന് സെലക്ട് ചെയ്യുക. നേവി ബ്ലൂ, ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു പീക്കോക്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഓക്കെ, അജ്രക്കിൻ്റെ പുതിയതായിട്ട് വന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. കുറേ പ്രിന്റുകൾ ഇവിടെ ഉണ്ട്, നമുക്ക് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ എല്ലാത്തിൻ്റെ ഫോട്ടോസും എടുക്കൽ എളുപ്പമല്ല. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന കൂടെ 2 ഡിസൈനൊക്കെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ വരുന്നവർക്കറിയാം, നമ്മൾ വീഡിയോ കാണാത്ത ഒരുപാട് ഡിസൈനുകൾ ഇവിടെ അവൈലബിൾ ആണ്. വർദ്ധമാൻ്റെ റേറ്റ് പറഞ്ഞില്ല അല്ലേ. വർദ്ധമാൻ്റെ റേറ്റ് നമ്മൾ 10 പീസ് മുതൽ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ 155 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കുക, സെറ്റായിട്ട് എടുക്കണമെന്നില്ല. ഒരേ സെറ്റിൽ നിന്ന് 4-5 എണ്ണം അങ്ങനെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, ഇഷ്ടമുള്ള ഡിസൈനുകൾ, ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം. ഒരു മീറ്റർ 290 ആണ് കേട്ടോ. ഇതിൻ്റെ അളവ് വരുന്നത് 3 മീറ്റർ എന്ന് പറയുന്നത് 290 ആണ് നൈറ്റി മീറ്റർ സാധാരണ വരുന്നത്. ഇതിൻ്റെ റേറ്റ് ആണ് ഈ പറഞ്ഞത്. 10 എണ്ണം മുതൽ മുകളിലേക്ക് എടുത്താൽ 155. 5 എണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട് കേട്ടോ, 160 രൂപയാണ്. സിംഗിൾ പീസ്, ഒരു പീസ് നിങ്ങൾക്ക് 170 രൂപ മാത്രമേ ഉള്ളൂ. ഒരു പീസിനൊക്കെ 170 രൂപയ്ക്ക് കിട്ടും. ഈ വർദ്ധമാൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ ഏറ്റവും ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡാണ് ഈ വർദ്ധമാൻ. ആദ്യം നമ്മൾ നിവർത്തിയത് റെഡാ കേട്ടോ. ഇതൊരു പിങ്ക്, ഗ്രീൻ. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതാ ബ്രൗൺ, നേവി ബ്ലൂ. ഓക്കെ, അപ്പോൾ വർദ്ധമാനിൽ നമ്മൾ ഇത്രയും ഡിസൈനുകളെ കാണിച്ചുള്ളൂ. ഒരുപാട് ഡിസൈനുകളുണ്ട്.
ഫോട്ടോ പറ്റാവുന്നതൊക്കെ നമ്മൾ എടുത്ത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. കുറേ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരുമ്പോൾ ചിലപ്പോൾ ഇവിടെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറയേണ്ട ഒരു സാഹചര്യം വരും. ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. കുറേ കസ്റ്റമേഴ്സ് സഹകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവർ അടുത്ത ഡിസൈൻ എടുക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രണ്ട് നല്ല ഡിസൈൻ വെച്ചു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഓൺലൈനിലും കൊടുക്കുന്നുണ്ട്. തിരക്കാണെങ്കിലും ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്ത് മാക്സിമം അയച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു പ്രത്യേകത കൂടി പറയുകയാണ്. ഞാൻ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക എന്തായാലും ചെറിയൊരു മാറ്റമൊക്കെ. വേറൊന്നുമില്ല, എനിക്ക് 47 വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോണിൽ നമ്മൾ മൊബൈൽ എപ്പോഴും ഓൺലൈനിലുള്ള മൊബൈലിലൊക്കെ നോക്കുമ്പോൾ ചെറിയ നമ്പറുകൾ ഈ മെസ്സേജുകളൊക്കെ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അകത്തി പിടിക്കേണ്ട സാഹചര്യം, അതുകൊണ്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഞാനത് തുറന്നു പറയാണ് കേട്ടോ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയണം. ചിലരൊക്കെ സാറെന്നൊക്കെ വിളിക്കാറുണ്ട് മെസ്സേജ് അയച്ചിട്ടും അല്ലാണ്ട് കോൾ ചെയ്യുമ്പോഴൊക്കെ. ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് ആരും അങ്ങനെ വിളിക്കരുത് കേട്ടോ. നിങ്ങൾ എന്നെ ജോജി എന്ന് വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര ബഹുമാനമുണ്ട്, എന്നേക്കായി പ്രായം കുറഞ്ഞവരാണെങ്കിൽ ജോജി ചേട്ടാന്ന് വിളിച്ചു, എന്നേക്കായി പ്രായമുള്ളവർ ജോജി എന്ന് മാത്രം വിളിച്ചാൽ മതി കേട്ടോ. ആരും സാറേന്നൊന്നും ദൈവത്തെ ഓർത്ത് വിളിക്കരുതേ. നമ്മളൊരു സാധാരണക്കാരനാണ്, ജോജി എന്ന് മാത്രം വിളിച്ചോളൂ. അതെനിക്ക് ഇഷ്ടം. ആ ഒരു വിളിയാണ് എനിക്ക് സ്നേഹമുള്ള വിളിയായിട്ട് തോന്നുന്നത് കേട്ടോ. ദൈവത്തെ ഓർത്ത് ഇനി ആരും സാറേന്ന് വിളിക്കരുത്. ജോജി എന്നേക്കായി പ്രായം കുറഞ്ഞവർ ജോജി ചേട്ടാന്ന് ബഹുമാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജോജി ചേട്ടാന്ന് വിളിച്ചു. ജോജിന്ന് വിളിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം എനിക്ക് ഒരുപാട്, നിങ്ങളുടെയൊക്കെ എന്താ പറയുക സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ടിൻ്റെ ബലം അത് മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയതും. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഒപ്പം ഇത്രയും നല്ലൊരു റേറ്റ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കുകൾ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പുറത്ത്, നിങ്ങൾ കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതലും വിശ്വാസമാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം അത് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് ഇത്ര മീറ്റർ അയക്കാനേ പറയുള്ളൂ. കുറേ പേര് പറയും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞാൽ കുഴപ്പമില്ല, അവിടെ നിന്ന് കിട്ടുന്നതിൻ്റെ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് പറയാറുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല കേട്ടോ, നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ, എന്നെ വിളിച്ച് പറയുന്നത്, എനിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറയണത് കേട്ടോ. അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രശസ്തിക്ക് വേണ്ടി പറയുന്നതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറേ പേർക്ക് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഒരുപാട് പേര്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ചേട്ടൻ ഇത്രയും തിരക്കിനിടയിലൊക്കെ ചോദിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്, ഞങ്ങളെയൊക്കെ ഓർത്തല്ലോ. ഓക്കെ, ഞാനത് ഓർക്കാണ്ടിരിക്കില്ല. കാരണം നിങ്ങളുടെയൊക്കെ ഒരു രൂപയെങ്കിലും ലാഭമായിട്ട് ഞാനൊരു മെറ്റീരിയൽ അല്ല നിങ്ങൾക്ക് തുണി ഇവിടെ തന്നിട്ട് നിങ്ങളുടെ നിന്നൊക്കെ 1 രൂപ ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഓർത്തിരിക്കും. ഒരു കടപ്പെട്ടവനാണ് ഞാൻ നിങ്ങളോട്. വയനാട്ടിലെ കാര്യക്കുറിച്ച് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതാണ്. എനിക്ക് വളരെ സങ്കടമുണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചു. ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്തായാലും അവിടെ പോകണം, ദൈവം അനുഗ്രഹിച്ച് പോകും. അവരെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ. ഓക്കെ, ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഓണത്തിൻ്റെ കളക്ഷനുകളൊക്കെ എല്ലാം വന്നിട്ടുണ്ട്, ഇനിയും കുറേ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.